ഇപ്പൊ വ്യാപകമായിട്ട് സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണ് കുറെ ശോക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ആ തിരക്കിനിടയിൽ അമ്മയുടെ കൈവിട്ടുപോയ കുട്ടി അമ്മയെ തിരയുന്നത് പോലെ കേരളം ഇന്ന് ആ മനുഷ്യനെ തിരയുകയാണ്, പിണറായി വിജയനെ. സോഷ്യൽ മീഡിയ തുറന്നാൽ പിണറായി വിജയനെ പുകഴ്ത്തുന്ന പോസ്റ്റുകളാണ് നിറഞ്ഞു കാണുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടി കമ്മിറ്റികളിലും ചർച്ച നടന്നപ്പോൾ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ മനഃപൂർവ്വം സംഘടിതമായി പിണറായി വിജയനെ പുകഴ്ത്തി ചില ഗ്രൂപ്പുകളാണ് രംഗത്തുള്ളത്. ഇതിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങളും വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അവയിൽ ചിലത് കാണാം. ഇപ്പൊ വ്യാപകമായിട്ട് സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണ് കുറെ ശോക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ആ തിരക്കിനിടയിൽ അമ്മയുടെ കൈവിട്ടുപോയ കുട്ടി അമ്മയെ തിരയുന്നത് പോലെ കേരളം ഇന്ന് ആ മനുഷ്യനെ തിരയുകയാണ്, പിണറായി വിജയനെ. ഇതൊക്കെ പടച്ചു വിടുന്നവന്മാർക്ക് ഒരു ഉളുപ്പില്ല എന്ന് അറിയാൻ വയ്യാത്തത്. ആ ചൂരൽമലയിലെ ദുരന്ത ബാധിതരിൽ എത്ര പേർക്ക് വീട് കിട്ടിയെന്ന് ഈ സമയത്ത് അന്വേഷിക്കാമായിരുന്നല്ലോ കമ്മികളെ. പിണറായി വിജയൻ ഇല്ലെങ്കിൽ കേരളം ഇല്ല എന്നതുപോലെയുള്ള വാഴ്ത്തുപാട്ടുകൾ VD സതീശൻ ഇപ്പൊ ഇറക്കാത്തതിന്റെ പ്രശ്നമാണ് സഖാക്കൾക്ക്. മുഖ്യമന്ത്രി ഒന്ന് ഹെലികോപ്റ്ററിൽ പറന്നു, ഒരു നെയ്ച്ചോറ് കഴിച്ചു. ഇത് രണ്ടും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. അതേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ. സാധാരണ ഒരു ദുരന്തമൊക്കെ വരുമ്പോൾ ആളുകൾ രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും നോക്കാതെ അതിനെ നേരിടാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ ചെയ്യാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് സാധാരണ മനുഷ്യരൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ കമ്മികളുടെ പ്രാക്ക് കൊണ്ട് നിറയുകയാണ് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും. അനുഭവിക്കും കേരളത്തിലുള്ളവർ അനുഭവിക്കട്ടെ, ഇനി ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രാകുകയാ. ഭരണം പോയതിന്റെ സമ്മർദ്ദം എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും അവർക്ക് തീരുന്നില്ല. ഏതായാലും കേരള ജനത ഒരു കാര്യം മനസ്സിലാക്കി. PR വർക്കുകൾ ഇല്ലാതെയും ഞാനാണ് കേരളത്തെ രക്ഷിച്ചത് എന്ന പ്രഹസനമില്ലാതെയും വാഴ്ത്തുപാട്ടുകൾ ഇല്ലാതെയും ദുരന്തങ്ങളെയും പകർച്ചവ്യാധികളെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുമെന്ന് അതൊരു വലിയ തിരിച്ചറിവാണ്. VD സതീശൻ ആഹാരം കഴിച്ചതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. സംസ്ഥാനത്ത് പലയിടത്തും വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്ക ദുരിതവും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ കഴിഞ്ഞു? ഇതാണ് ചോദ്യം. സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ എന്റെ പൊന്നോ, ഇക്കയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ VD സതീശൻ ആഹാരം കഴിച്ച കാര്യം. അല്ല, കേരളത്തിലെ ദുരിതബാധിതരെ ഓർത്ത് ഇക്ക ആഹാരം കഴിക്കാതിരുന്നിട്ട് എത്ര ദിവസമായി? എന്തെങ്കിലും കഴിക്കണേ. കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ചെന്ന് ഇംഗ്ലീഷ് ഒക്കെ നോക്കി വായിക്കാനുള്ളതല്ലേ. ഇവിടെ ഇപ്പൊ സതീശൻ കുറച്ച് ആഹാരം കഴിച്ചതാണല്ലോ പ്രശ്നം. ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് അമേരിക്കയിൽ സുഖചികിത്സയ്ക്ക് പോയ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ. 10 കൊല്ലത്തെ ദുരിതകാലം ചാകര പോലെ കണ്ട സഖാക്കളാണ് ഈ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. പ്രളയ ഫണ്ട് മുതൽ ദുരിതാശ്വാസ ക്യാമ്പിൽ വരെ മോഷണം നടത്തി. കോവിഡ് കാലത്തെ കിറ്റുകൊള്ള പിന്നെ ലോകപ്രസിദ്ധമാണ്. ആംബുലൻസിനുള്ളിൽ വെച്ച് രോഗിയെ പീഡിപ്പിച്ച സംഭവം വരെ ആ സമയത്തുണ്ടായി. പ്രളയത്തെ നോക്കി കരഞ്ഞ സജി ചെറിയാനെ ഇക്കായ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അതൊന്നും ഇവർക്ക് ആർക്കും ഓർമ്മയില്ല. സതീശൻ എന്ത് കഴിക്കുന്നു, എപ്പോ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എവിടെ എത്ര പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നു, ഇതൊക്കെ നോക്കലാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ പണി. കാരണം 2018-ലും 2019-ലും ഒക്കെ പ്രളയം ഉണ്ടായപ്പോഴും ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോഴും ഒക്കെ പിണറായി വിജയൻ കട്ട ഉപവാസമായിരുന്നല്ലോ. നെന്മീൻ പൊരിച്ചത് പോയിട്ട് തിരി ഗോതമ്പ് കഞ്ഞി പോലും അദ്ദേഹത്തിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയിട്ടില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ പ്രജകൾ അവരുടെ സ്വന്തം വീടുകളുടെ അടുക്കളയിൽ ചെന്ന് എപ്പോൾ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുവോ അപ്പോൾ മാത്രമേ നാം ജലപാനം നടത്തുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു അത്രേ പിണറായി വിജയൻ. ജനങ്ങൾ വെള്ളപ്പൊക്കത്തിന് ദുരിതം അനുഭവിക്കുന്ന സമയത്ത് സാറേ ഭക്ഷണം എടുക്കട്ടെ എന്നൊരു ജോലിക്കാരൻ ചോദിച്ചതിന്റെ പേരിൽ അയാളെ പിരിച്ചുവിട്ട ആൾ പോലും ആയിരുന്നു അത്രേ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. സൽക്കാരങ്ങൾക്കൊന്നും പിന്നെ അങ്ങേര് പോയിട്ടേ ഇല്ല. ചുവന്ന പരവതാനി വിരിക്കാതെ K പാദങ്ങൾ എടുത്തു വെക്കാതിരുന്ന, ലിഫ്റ്റ് ഇല്ലാത്ത ബസ്സിൽ K മൂലം ഉറപ്പിക്കാതിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇവരുടെ എല്ലാവരുടെയും വായിൽ പഴമായിരുന്നു എന്ന് ഇതിനാൽ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. അല്ല, പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോഴും വിചിത്രമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അത് വേറൊരു കാര്യം. ഇവിടെ മഴ തുടർച്ചയായിട്ട് പെയ്തു, പലയിടങ്ങളിലും വെള്ളം കയറി. വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അപ്പോഴപ്പോൾ മുഖ്യമന്ത്രി കൈമാറി. പിന്നെ സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഔചിത്യമില്ലായ്മയുണ്ട്. നാട്ടുകാരെ പേടിപ്പിച്ചില്ല എന്നതാണ്. 10 കൊല്ലം പ്രളയവും ദുരന്തങ്ങളും ഒക്കെ PR ചെയ്ത് മുതലാക്കിയവർക്ക് VD സതീശൻ അങ്ങനെയൊന്നും ചെയ്യാത്തതിലുള്ള പ്രയാസം നല്ലതുപോലെ ഉണ്ട്. ഇപ്പൊ പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും വാർത്താ സമ്മേളനം നടത്തി ആദ്യം ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തും. ആ ഭീതിയിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും. ഇതാ ഒരു മഹാദുരന്തത്തിൽ നിന്ന് പിണറായി വിജയൻ ഒറ്റയ്ക്ക് കേരളത്തെ രക്ഷിച്ചിരിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങളെ വരുത്തി തീർക്കും. മുൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് എത്രയോ ജനങ്ങളാണ് പ്രളയത്തിൽ മരണപ്പെട്ടത്. പണ്ട് നിപ വന്നപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? റോഡ് മാപ്പ്, ഭീതി, വാർത്താ സമ്മേളനങ്ങൾ. ഇപ്രാവശ്യവും നിപ വന്നു.
ഡോക്ടർമാരെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തു. സർക്കാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. വന്നതുപോലെ നിപ പോയില്ലേ? ഇപ്പോഴത്തെ സർക്കാരിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആവശ്യമില്ലാതെ മനുഷ്യരെ പേടിപ്പിക്കുന്ന, ആശങ്കയിലാക്കുന്ന ഒരു രീതി ഇവർക്കില്ല. ഇവിടെ ആർക്കും ആരുടെയും പ്രഹസനം ഒന്നും കാണണ്ട റഹീമിക്ക. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും ബോധിപ്പിക്കാതെ ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കോളും. നിങ്ങൾ ഭരണം പോയതിനു ശേഷം CPM കേരളയുടെ സോഷ്യൽ മീഡിയ പേജ് കണ്ടിട്ടുണ്ടോ? ഇതെന്ത് കോമഡി എവിടെ നടക്കുന്നത്? ഇതെന്ത് കോമഡി ഷോയോ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളോടും ഭയങ്കര പ്രതിഷേധമാണ്. ആദ്യത്തെ പ്രതിഷേധം ഞാൻ കണ്ടത് KSRTCയിൽ പ്രതിസന്ധി രൂക്ഷം, താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട് ഇവർക്ക് സാലറി കൊടുക്കുന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായിരുന്നു കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇതേ KSRTC ജീവനക്കാര് വിഷുവിനും ഓണത്തിനും കുഴി കുത്തിയിരുന്ന് കഞ്ഞി വെച്ച് സമരം ചെയ്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ മറന്നുപോയോ അതൊക്കെ? എന്നിട്ടാണ് 2 മാസം VD സതീശൻ സർക്കാർ ഇപ്പം വന്നു. ശരി തെറ്റോ ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ. 10 വർഷം ഭരിച്ചവര് ഇപ്പൊ പറയുകയാണ് കണ്ടില്ലേ KSRTC നടക്കുന്നത്. ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചത് BJP-ക്കാരാണ്. 10 വർഷം നിങ്ങളല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് അംഗനവാടിയിൽ പോഷകാഹാര വിതരണം മുടങ്ങി എന്നുള്ള രീതിയിൽ ഒരു വാർത്ത. സർക്കാർ പണം നൽകുന്നില്ലെന്നാണ് പറഞ്ഞത്. ജൂലൈ 2024 കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മറ്റൊരു വാർത്ത ഉണ്ട്. തങ്ങൾക്ക് ചെലവായ പണം ലഭിക്കാത്തതിനാൽ സ്കൂൾ പോഷകാഹാര പദ്ധതി നിർത്തിവെക്കാൻ ഒരുങ്ങി പ്രധാന അധ്യാപകർ. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും വിതരണം ചെയ്യുന്നത് നിർത്താനാണ് ആലോചന. ഒരു കാശ് കൊടുക്കത്തില്ലായിരുന്നു. നിങ്ങൾ അതൊക്കെ മറന്നുപോയോ? അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയായിരുന്നു കേട്ടോ. അടുത്തെയാണ് ഏറ്റവും വലിയ കോമഡി. മദ്യനികുതി കുറച്ചത് എന്തിനെന്ന ചോദ്യത്തിന് VD സതീശൻ ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. മദ്യ മുതലാളിമാരാണ് സർക്കാർ തീരുമാനത്തിന്റെ ഗുണഭോക്താക്കൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി 10 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ട വേറൊരു കലാപരിപാടി ഉണ്ട് കേട്ടോ. ബാറുകളുടെ എണ്ണം 28 നിന്നും 900 ആക്കി കൊടുത്തു. അപ്പൊ മദ്യമുതലാളികൾക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല കേട്ടോ. KPC ലളിതയുടെ ഇന്നസെന്റിന്റെ പഴയ പരസ്യമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇനി അയോധ്യ രാമക്ഷേത്രത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇവരിട്ടിട്ടുണ്ട്. ജൂലൈ 1 കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിൽ ഈ നാട്ടിൽ കേരളത്തിൽ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ MLA ഒക്കെ ആയിട്ടിരുന്ന ആൾക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണം മുഴുവൻ കാട്ടുകൊണ്ട് പോയിരുന്നു. ഉത്തർപ്രദേശിൽ നിങ്ങളിപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ രാമക്ഷേത്രത്തെയൊക്കെ? ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയ ടീമുകൾ അതിനെ ന്യായീകരിച്ചവർ ഇപ്പോഴും ഒരു പാർട്ടിയിലുണ്ട്. നമ്മൾ കണ്ടില്ല റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലി കിട്ടാതെ എത്രയോ ചെറുപ്പക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും തിരുവനന്തപുരം സെക്രട്ടറിന്റെ മുമ്പിൽ കിടന്ന് ഉരുണ്ടു ടാറിട്ട റോഡിൽ മുടി മുറിച്ച് പ്രതിഷേധിച്ചു, മണ്ണ് വാരി തിന്ന് പ്രതിഷേധിച്ചു. ആശാവർക്കർമാർ മൊട്ടയടിച്ച് സമരം ചെയ്തു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞത് പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് മലിനജലമായിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PM ശ്രീ, ഇത് ആദ്യമേ ഇവർ ഒപ്പിട്ട പദ്ധതിയാണ്, ഇപ്പൊ അതിനെ അത് എതിർക്കുകയാണ് പ്രതിപക്ഷത്ത്. PM ശ്രീക്കെതിരെ അവരുടെ യുവജന പ്രസ്ഥാനത്തിൽപ്പെടുന്ന ആൾക്കാർ സമരം ചെയ്തു. പോലീസ് ജലപീരങ്കിക്കകത്ത് മലിനജലമാണ് ഉപയോഗിച്ചത്. അയ്യോ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പ്രസംഗിക്കുകയാണ്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ നവകേരള സദസ് യാത്രക്കിടയിൽ ഈ നാട്ടിൽ പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടും ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഒന്ന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് മനുഷ്യത്വം ഉണ്ടായി. ഒന്ന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേന് KSRTC ജീവനക്കാരുടെ സ്നേഹമായി. ഒന്ന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികൾക്ക് പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആശങ്കയായി. ഒന്ന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേന് അയോധ്യ രാമക്ഷേത്രത്തോട് ഇവർക്ക് സ്നേഹമായി. അധികാരത്തിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു. അദ്ദേഹം തന്നെ ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ലേ പറയണത്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എന്റെ പത്രസമ്മേളനം കലക്കണ്ട. നിങ്ങള് ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ വന്നിട്ട് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ദയവ് ചെയ്ത് അതുകൂടി ഇല്ലാതാക്കരുത്. ഞാനല്ല, നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല. ശമ്പളം കൊടുക്കുമ്പോഴേ ദേശാഭിമാനിയിലും കൈരളിക്കാരോടും പറയുന്ന വർത്താനം എന്താണെന്നറിയോ? സതീശനെ ചോദ്യം ചോദിച്ച് മുട്ടിക്കാനൊന്നും കഴിയൂല, അതിനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. സതീശൻ എവിടെ സംസാരിക്കണ്ടോ അവിടെ പോയിട്ട് ബഹളമുണ്ടാക്കി അലമ്പുണ്ടാക്കണം. ആ അലമ്പുണ്ടാക്കാനാണ് ശമ്പളം തരുന്നത്. അല്ലാണ്ട് ചോദ്യം ചോദിച്ചിട്ട് സതീശനെ മുട്ടിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്. സതീശന്റെ വാർത്താ സമ്മേളനം അലമ്പാക്കണം. സതീശൻ പറയുമ്പോൾ ഇങ്ങനെ കട 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 എന്ന് പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മറ്റാരെങ്കിലും ചോദിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. സതീശൻ ഇങ്ങോട്ട് പറയുമ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ബഹളമുണ്ടാക്കണം. ചോദിച്ചുകൊണ്ടിരിക്കണം എന്നല്ല, ബഹളമുണ്ടാക്കണം. അതിനാണ് ശമ്പളം തരുന്നത്. ആ ശമ്പളം എനിക്ക് കിട്ടണമെങ്കിൽ ബഹളമുണ്ടാക്കുന്നതിനനുസരിച്ചായിരിക്കും ശമ്പളത്തിന്റെ വർധനവും അതിന്റെ
അതിന്റെ കുറവും ഒക്കെ വരുന്നത്. അപ്പൊ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നത് ബഹളത്തിനനുസരിച്ചാ. അപ്പൊ ഏറ്റവും നന്നായി ബഹളം ഉണ്ടാക്കിയാൽ നന്നായി ശമ്പളം വാങ്ങാം എന്ന് പറഞ്ഞാൽ നന്നായി നക്കാം. ഇനി അതല്ല, ശബ്ദം ഉണ്ടാക്കുന്നത് ബഹളം ഉണ്ടാക്കുന്നത് കുറവാണെങ്കിൽ നക്കല് കഞ്ഞി നക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പഴയ പോലെ ക്ലിഫ് ഹൗസിൽ ക്യൂ നിൽക്കുന്ന പരിപാടിയൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ബഹളം ഉണ്ടാക്കിയാൽ നന്നായിട്ട് നക്കാം എന്നുള്ളതാണ് കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോ വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, അല്ലേ? അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ടത് ചില കോമ്പൻസേഷനുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതില് വീട് നഷ്ടമായവർക്ക്, വീട് മാത്രം തകർന്നു പോയി വീട് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം എത്ര കൊടുത്തിരുന്നേ? 4 ലക്ഷമാണ് കൊടുത്തിരുന്നത്. അത് 4 ഉള്ളത് 6 ആക്കി. അതൊരു വലിയ ആശ്വാസമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. കാരണം 4 ലക്ഷം റുപ്യക്ക് എന്തോ അലക്ക വീടുണ്ടാക്കാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് 6 ആക്കി, വലിയൊരു ആശ്വാസം. ഇനി വീടും സ്ഥലവും, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ കുത്തിയൊലിച്ച് പോയതുണ്ടാവുമല്ലോ, അവിടെ ഇനി വീട് കെട്ടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പുതിയൊരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ, അത് 10 ആയിരുന്നു, അത് 12 ആക്കി. ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇത് ഈ 4 ലക്ഷം അല്ലെങ്കിൽ ഈ 10 ലക്ഷം എന്നുള്ളത് കുറേ കാലം മുമ്പുള്ളതാ. അതിപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ രൂപയുടെ മൂല്യവും സാധനങ്ങളുടെ വിലയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വർദ്ധിപ്പിക്കേണ്ട സമയം പണ്ടപ്പോ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. അപ്പം അത് ചെയ്തു വളരെ കൃത്യമായിട്ട്. ഈ ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമുള്ളൊരു വാർത്തയാണത്. ഇതോടൊപ്പം തന്നെ കൃഷി നശിച്ചവർക്ക് ആകെ കൊടുക്കുന്നത് എത്രയാ? 15,000 രൂപ. എന്തിനാ? മൂക്കുപൊടി വാങ്ങാനോ? അപ്പം അതിൽ ഇപ്പോൾ ബുധനാഴ്ച ക്യാബിനറ്റ് കൂടി ആ മീറ്റിംഗ് കൂടി കഴിയുമ്പോൾ അതിലും വലിയ വർധനമുണ്ടാകും. ഇത് വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകുന്ന ഭവന പദ്ധതിയിൽപ്പെടുന്ന ഫണ്ടിനെ കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉള്ളതാണ്. അപ്പം അതിലൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. 4 എന്നുള്ളത് 6 മക്ക്, 10 എന്നുള്ളത് 12 മക്ക്, അല്ലേ? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത് ശരിക്കും? ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട ഇതിനേക്കാൾ വലിയ ഗുരുതരമായ മറ്റൊരു വിഷയമുണ്ട്. 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ നദികളിൽ, ഡാമുകളിൽ വലിയ തോതിലുള്ള മണല് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ആ പ്രളയത്തിന് ശേഷം. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ 2 ദിവസം കൊണ്ട് 2 ദിവസം മഴ, അതിനു മുമ്പ് മഴ എന്ന് പറയുന്ന സംഭവം ഉണ്ടായില്ല. 2 ദിവസത്തെ മഴ കൊണ്ട് കേരളം ഒന്നടങ്കം വെള്ളത്തിലായിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? ഈ നദികളിലെ ആഴം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ഈ മണ്ണ് വന്ന് അടിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം വരുമ്പോഴേക്കും ഇത് പരന്നൊഴുകുക. എല്ലായിടത്തേക്കും വെള്ളം കയറുക. ഇതാണ് അവസ്ഥ. 2018 പ്രളയത്തിന് ശേഷം പിണറായി വിജയൻ ആ പണം വാരി നക്കിയെന്നല്ലാണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്തിട്ടില്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 2018 പ്രളയം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കൊച്ചുമോന്, മോള്, കമല എന്ന് വേണ്ട കുടുംബങ്ങള്, പരിവാരങ്ങളെ ഒന്നടങ്കം കൂട്ടിയിട്ട് എവിടേക്ക് പോയി? നെതർലാൻഡിൽ പോയില്ലേ? എന്തിനാ പോയേ? കൊച്ചുമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ട് നെതർലാൻഡിൽ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. എന്നിട്ട് അന്ന് പറഞ്ഞതെന്താ? റൂം ഫോർ റിവർ. എവിടെ റൂം ഫോർ റിവർ? എവിടെടോ? എന്ത് പദ്ധതിയാ ആവിഷ്കരിച്ചിട്ടുള്ളത്? എന്ത് പദ്ധതിയാ നടപ്പിലാക്കിയിട്ടുള്ളത്? നെതർലാൻഡ്സിൽ പോയി വന്നിട്ട് വർഷങ്ങൾ എത്ര പിന്നിടുന്നു? ഈ 2026 മെയ് 4 വരെ പിണറായി വിജയൻ തന്നെ ആയിരുന്നില്ല മുഖ്യമന്ത്രി, അല്ലേ? ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഖജനാവിലെ പണവും പൂട്ട് വന്നു എന്നല്ലാണ്ട് എന്താ ഇപ്പം ഉണ്ടാക്കിയേ? ഇപ്പം ഇന്ന് കേരളത്തിൽ ഇന്നലെയും ഇന്നുമായിട്ടുണ്ടായ വെള്ളം, ആ വെള്ളത്തിന് കാരണക്കാരനാരാ? പിണറായി വിജയനാ. പിണറായി വിജയൻ ഇവിടെ ചെയ്യേണ്ടതിന് പകരം ആ പണം എടുത്തിട്ട് നെതർലാൻഡ് പോയി കറങ്ങി ടൂറൊക്കെ അടിച്ച് റിസോർട്ടിൽ താമസിച്ച് മൂപ്പർക്ക് മറ്റേതുണ്ടല്ലോ നെയ്മീൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആരോ ഒരാൾ മൂപ്പരോട് പറഞ്ഞേ
പേരെന്താ? റൂം ഫോർ റിവർ. ഞാൻ ചോദിക്കണേ, എവിടെടോ റൂം ഫോർ റിവർ? പിണറായി വിജയൻ നെതർലാൻഡ്സിൽ പോയി മോളും കൊച്ചുമോനും കമലയൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി എന്നല്ലാണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? എന്തെങ്കിലും കൊണ ഇവിടെ ഉണ്ടായോ? കേരളത്തിനുണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രളയത്തിൽ നമ്മൾ പെട്ടുകിടക്കുമ്പോ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ലേ? ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി നെതർലാൻഡ്സിൽ പൊതുഖജനാവിലെ പണം എടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് നന്നാക്കി വന്നിട്ട് ഇവിടെ ഒരു പ്രവർത്തനവും നടത്താതെ വീണ്ടും വീണ്ടും ഇത്തരം സിറ്റുവേഷനുകൾ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം അപ്പൊ അതാണെന്ന് സതീശൻ പറഞ്ഞ ഇത് വളരെ കൃത്യമാണ്. ഇത് വെറുതെ ഒരു പേച്ചിക്കുള്ള വർത്താനമൊന്നല്ല. കേരളത്തില് ഈ വെള്ളം മഴ പെയ്താൽ വെള്ളം വരും, മലകളിൽ നിന്ന് വീണ്ടും കൂടുതൽ വെള്ളം ഉണ്ടാവും, ഫോറസ്റ്റ് ഏരിയകളിൽ വലിയ രീതിയിലുള്ള മഴ കൂടുതലുണ്ടാകും. അപ്പൊ അവിടുന്ന് വെള്ളം കുത്തിയൊലിച്ച് വരും. ഈ വെള്ളം ഒലിച്ചു പോകാൻ ഈ പുഴകളിൽ, നദികളിൽ, അതുപോലെ ഡാമുകളിൽ ഒക്കെ വലിയ രീതിയിൽ മണ്ണ് 2018 പ്രളയത്തിൽ എല്ലാം ഒലിച്ചു വന്ന് അടിഞ്ഞിരിക്കുക. ഇനി അത് എടുത്ത് മാറ്റി അവിടെ സ്പേസ് ഉണ്ടാക്കണം. അതല്ലേ അത് ചെയ്യേണ്ടതാ. വർഷം 2018 പ്രളയം കഴിഞ്ഞിട്ട് വർഷം എത്രയാടോ? കഴിഞ്ഞ മാസം വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് എന്തുണ്ടാക്കിയിരുന്നടാ ഈ ചങ്ങായി? പൊതുഖജനാവിലെ പണം എടുത്തിട്ട് ജീവിതത്തിൽ കാണാൻ പറ്റാത്തതൊക്കെ കണ്ടും കടന്നല്ലാതെ വേറെ എന്തോ ഒലക്കെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഉണ്ടാക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്ക്. മറുപടി പറയണമല്ലോ. വെറുതെ കണക്കുണ സതീശൻ ബിരിയാണി തിന്ന് അല്ലെങ്കിൽ സതീശൻ ഹെലികോപ്റ്ററിൽ പോയി, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. സതീശൻ ബിരിയാണി തൊട്ട് എന്താ പ്രശ്നം? അയാൾ തിന്നാൻ പാടില്ലേ? അയാൾ തിന്നണമല്ലോ, അല്ലാണ്ട് അയാൾ പട്ടിണി കിടക്കണോ? അയാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്ത് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അതായത് നമ്മളെല്ലാവരും പട്ടിണിയാണ് കിടക്കണേ. കേരളത്തിൽ പ്രളയം ഉണ്ടായി എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരെല്ലാം എന്തിനാണോ ക്യാമ്പ് പോയാലും ഒരു ഭക്ഷണം കിട്ടുന്നില്ലേ? എന്താ ക്യാമ്പ് പോയാലും പട്ടിണിയാണ് കിടക്കണേ? ക്യാമ്പിൽ ഭക്ഷണം കിട്ടുന്നു, വസ്ത്രം കിട്ടുന്നു, മരുന്ന് കിട്ടുന്നു, എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടുന്നു. കിട്ടുന്നില്ലേ? ഇപ്പൊ ക്യാമ്പിൽ പോവാതെ വീട്ടിലിരിക്കുന്നവര് എന്താ ചെയ്യുന്നത്? എല്ലാവരും പ്രളയം ഉണ്ടായി, കുറെ ആൾക്കാർ ക്യാമ്പിൽ, അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കാം എന്നാണോ? നിങ്ങൾ മീൻ വാങ്ങുന്നില്ലേ? നിങ്ങൾ ഇറച്ചി വാങ്ങുന്നില്ലേ? ചിക്കൻ വാങ്ങുന്നില്ലേ? നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നില്ലേ? നെയ്ച്ചോറ് ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾ മന്തി വാങ്ങി തിന്നുന്നില്ലേ? അല്ലേ? പ്രളയം ഉണ്ടായി, കേരളത്തിലെ എല്ലാ മന്തിക്കടകളും അടച്ചുപൂട്ടിയോ? പ്രളയം ഉണ്ടായി, അതുകൊണ്ട് നമ്മൾ മന്തി വെക്കൂല, അല്ലെങ്കിൽ ആരും മന്തി വാങ്ങൂല, അതുകൊണ്ട് മന്തിക്കട മൊത്തം അടച്ച്, ബിരിയാണി പൊടിയെല്ലാം അടച്ച്, അങ്ങനെയാണോ? ഇതൊക്കെ നടക്കുന്നില്ലേ? സതീശന് മാത്രം പറ്റാത്തത് എന്താ? അപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊന്നല്ലല്ലോ. ചർച്ച ചെയ്യേണ്ടത് നെതർലാൻഡ്സിൽ പോയിട്ട് റൂം ഫോർ റിവർ എവിടെ? ചോദ്യത്തിന് മറുപടി വേണമല്ലോ. വെറുതെ നെതർലാൻഡ്സിൽ പോവാ, അങ്ങനെ ഖജനാവിലെ പണം എടുത്തിട്ട് നെതർലാൻഡ്സിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഖജനാവിലെ പണം ഉപയോഗിച്ച് നെതർലാൻഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ റൂം ഫോർ റിവർ എവിടെ? ഇനി റൂം ഫോർ റിവർ ഇല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു സാധാരണ ബുദ്ധിക്കുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ഏത്? ചളി വന്നടഞ്ഞാൽ വെള്ളം പോകാൻ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കും, അല്ലേ? ഇപ്പൊ നമ്മളെ നാട്ടിലെ ഇപ്പൊ ടൗണിലൊക്കെ ഓടകൾ ഉണ്ടാവും, ഓവുചാലുകൾ. ഈ ഓവുചാലുകളിൽ വേനൽക്കാലത്ത് പല കച്ചറകളും വന്നടയും. മഴക്കാലം ആകുമ്പോൾ ഇതൊക്കെ ഓവുചാലുകളൊക്കെ ക്ലീൻ ആക്കി അത് ഓപ്പൺ ആക്കി വിടും. എന്തിനാ? വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട്. ഇത് പുഴകളിലും വേണ്ടേ? പ്രളയം കഴിയുമ്പോൾ ഒരു 1.5 കച്ചറ, 1.5 മണ്ണ്, ചളിയൊക്കെയാണ് വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇതെങ്കിലും എടുത്ത് ഒഴിവാക്കണ്ടേ? ഇത് ചെയ്തോ? ഈ 5-6 വർഷമായിട്ട്, 5-6 ഇല്ലല്ലോ, 2018 പ്രളയം ഉണ്ടായത്, 8 വർഷമായി. ഈ 8 വർഷമായിട്ട് ഇത് ചെയ്തോ? ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തുണ്ടാക്കാനാണോ പിണറായി വിജയൻ കൊച്ചുമോനും മോളെയും കമലനെയൊക്കെ കൂട്ടിയിട്ട് നെതർലാൻഡില്? അതിന് മറുപടി പറയണം സഖാക്കളെ. അല്ലാണ്ട് സതീശൻ ബിരിയാണി ഇന്ന്, സതീശൻ ഹെലികോപ്റ്ററിൽ പോയി, ഊമ്പം വർത്താനല്ല വേണ്ടത്, മറുപടികളാണ് വേണ്ടത്. ഞാൻ പറയുന്നു, ഇപ്പോ 2018 പ്രളയത്തിന് കാരണം അന്നത്തെ ഷട്ടർ ഡാമുകൾ തുറന്നു വിട്ടതാണെന്ന്, മനുഷ്യനിർമ്മിതമാണെന്ന് പറയപ്പെടുന്നു. അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്നത്തെ പ്രളയത്തിന് കാരണം ഈ പിണറായി വിജയനാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ